على جبين سعادة. Whether you think you can or you can't, you are right. ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് ശരിയാണ്. അതേ കാര്യം തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുകയില്ല എന്നാണ് വിശ്വസിക്കുന്നതെങ്കിൽ അതും ശരിയാണ്. ഇത് പറഞ്ഞത് പ്രസിദ്ധ ചിന്തകനായ ഹെൻറി ഫോർഡാണ്. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മൾക്ക് ഒരു കാര്യം ചെയ്യാൻ സാധ്യമാവുന്നതും സാധ്യമാവാത്തതും നമ്മുടെ മാനസികാവസ്ഥയുടെയും ചിന്തയുടെയും വിശ്വാസത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് എന്നതാണ്. ഈ വസ്തുതയുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ വിശുദ്ധ റമദാനിലെ നമ്മുടെ പ്രവർത്തനങ്ങളെ നാം വിലയിരുത്തുകയാണെങ്കിൽ റമദാനിന് മുമ്പ് അസാധ്യമാണെന്ന് കരുതിയ പല കാര്യങ്ങളും നമുക്ക് സാധ്യമായിട്ടുണ്ട്. ഒരു പേജ് ഓതാൻ സാധ്യമല്ല എന്ന് വിശ്വസിച്ചവർ 3-4 ഖത്മുകൾ തീർത്തിട്ടുണ്ട്. 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കൽ അസാധ്യമാണെന്ന് വിശ്വസിച്ചവർ 20 റക്അത്ത് തറാവിഹ് നിസ്കരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സുബഹി നിസ്കരിക്കാൻ എഴുന്നേൽക്കാൻ ബുദ്ധിമുട്ടിയവർ പാതിരാക്ക് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിച്ചിട്ടുണ്ട്. റമദാനിന് മുമ്പ് 2 ദിവസമെങ്കിലും സുന്നത്ത് നോമ്പെടുക്കാൻ സാധ്യമല്ല എന്ന് കരുതിയവർ റമദാനിലെ 30 നോമ്പും നിഷ്പ്രയാസം അനുഷ്ഠിച്ചിട്ടുണ്ട്. ഇതൊക്കെ എങ്ങനെ സാധ്യമായി എന്ന് ചോദിച്ചാൽ ഇതൊക്കെ നമ്മുടെ മാനസികാവസ്ഥ കൊണ്ട് മാത്രം സാധ്യമായതാണ്. നമ്മുടെ മൈൻഡ് സെറ്റ് മാറി, നമ്മുടെ വിശ്വാസം മാറി, നമ്മുടെ ചിന്താഗതി മാറി. റമദാൻ എന്ന് പറഞ്ഞാൽ ഒരു ട്രെയിനിങ് പീരിയഡ് കൂടിയാണ്. ആ ട്രെയിനിങ് കാലത്ത് നമ്മൾ ആർജിച്ച ഊർജം മറ്റുള്ള മാസങ്ങളിലും കൂടി അത് പ്രാവർത്തികമാക്കാൻ പറ്റുമ്പോഴാണ് നമ്മുടെ ട്രെയിനിങ് വിജയകരമാവുന്നത്. അതിന് നമുക്ക് ഒരേ ഒരു കാര്യമേ വേണ്ടൂ, മറ്റുള്ള മാസങ്ങളിലും റമദാനിലെ പോലെ തന്നെ നിസ്കരിക്കുവാൻ, ഓതുവാൻ, അതുപോലെ തന്നെ തഹജ്ജുദ് നിസ്കരിക്കുവാൻ, അതുപോലെ സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കാനൊക്കെ സാധ്യമാണെന്ന് നാം വിശ്വസിക്കുകയാണെങ്കിൽ അത് സാധ്യമാവും. റമദാനിൽ ചെയ്ത പുണ്യകർമ്മങ്ങൾ മറ്റുള്ള മാസങ്ങളിലൊക്കെ തുടരുവാൻ കഴിയുന്നത് റമദാനിലെ നമ്മുടെ അമലുകൾ, നമ്മുടെ ഇബാദത്തുകൾ സ്വീകരിക്കപ്പെട്ടു എന്നതിൻ്റെ ഒരു തെളിവ് കൂടിയാണ്. അതുകൊണ്ട് ഇതിനായി നാം എല്ലാവരും നമ്മുടെ മൈൻഡ് സെറ്റ് മാറ്റുക. അള്ളാഹു അതിന് തൗഫീക്ക് നൽകുമാറാവട്ടെ.